3 മാസം മുമ്പ് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ കരകയറിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് കൃത്യതയോടെ തീവ്രവാദ ഒളിത്താവളങ്ങളെ ഇല്ലാതാക്കി. പാകിസ്ഥാൻ താവളങ്ങളിൽ മിസൈലുകൾ വർഷിച്ചു, ഇസ്ലാമാബാദിനെ സ്തംഭിപ്പിച്ചു. പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പാകിസ്ഥാൻ അമ്പരന്ന് നിന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം തിളങ്ങി. 6 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ തകർത്തു. അവിടെ മിസൈൽ ആക്രമണങ്ങളെ നിർവീര്യമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ വ്യക്തമായ സന്ദേശമാണ് പാകിസ്ഥാന് നൽകിയത്. ഇന്ത്യയുടെ സൈനിക കരുത്ത് വെളിപ്പെടുത്തുകയായിരുന്നു രാജ്യം. ഈ പരാജയത്തിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാൻ പുതിയ തന്ത്രം അവതരിപ്പിച്ചു. ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ്. സൈന്യത്തിനുള്ളിൽ രൂപപ്പെട്ട ഈ വിഭാഗം ബാലിസ്റ്റിക് മിസൈലുകളും ഒരുപക്ഷെ ഹൈപ്പർസോണിക് മിസൈലുകളും നിർമ്മിക്കാനും ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ഇന്ത്യൻ പ്രദേശത്തേക്ക് കൂടുതൽ കടന്നു കയറി ശക്തമായ ആക്രമണം നടത്തുകയാണത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ പ്രതിരോധം വളരെ ശക്തമാണെന്ന് തെളിഞ്ഞപ്പോൾ അവർ ചെയ്യാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടതുമാണ് ഇത്. ഇതൊരു പുത്തൻ ആശയമല്ല. പാകിസ്ഥാൻ്റെ അടുത്ത സഖ്യകക്ഷിയായ ചൈനയ്ക്ക് PLA റോക്കറ്റ് ഫോഴ്സ് എന്ന മിസൈൽ വിഭാഗമുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ IRGC എയ്റോസ്പേസ് ഫോഴ്സ് ഈ വർഷം ഇസ്രായേൽ ലക്ഷ്യങ്ങളിലേക്ക് ഡസൻ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടു. പാകിസ്ഥാൻ്റെ പുതിയ കമാൻഡും ഇതേ പാത പിന്തുടരുന്നു. യുദ്ധത്തിൽ മിസൈലുകൾ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക യൂണിറ്റ് സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ മിസൈൽ ശേഖരം ശക്തമാണ്. അഗ്നി, പൃഥ്വി ശ്രേണികളും റഷ്യയുമായി ചേർന്ന് വികസിപ്പിച്ച 95% വിജയസാധ്യതയുള്ള ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും ഇന്ത്യക്ക് മേൽക്കൈ നൽകുന്നു. മെയ് മാസത്തിൽ ബ്രഹ്മോസ് മിസൈലുകൾ പാക് താവളങ്ങളെ തകർത്ത് അതിൻ്റെ ശക്തി തെളിയിച്ചു. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ എണ്ണം 1500 മുതൽ 14,000 വരെയാണ്. ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം രഹസ്യമാണ്. പക്ഷേ ഒന്നും വ്യക്തമാണ്: പാകിസ്ഥാൻ്റെ മിസൈൽ ശേഖരം ഗുണത്തിലും അളവിലും പിന്നിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ വരെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ തടയാമെന്ന് കരുതി. ഇന്ത്യ ഒരിക്കലും പരമ്പരാഗത ആക്രമണത്തിന് മുതിരില്ലെന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ ഇന്ത്യ ആണവ പരിധിക്ക് താഴെ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു. പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചു. ആണവായുധങ്ങൾ ഇനി ഇന്ത്യയെ തടയില്ല. അതിനാൽ അവർക്കൊരു മിസൈൽ ഫോഴ്സ് ആവശ്യമായി വന്നു. ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം? ഇതിനകം തന്നെ ശക്തമാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധം. ഈ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. രാജ്യത്തിന് ചുറ്റും ഒരു തദ്ദേശീയ കവചം നിർമ്മിക്കാനുള്ള പദ്ധതിയായ സുദർശന ചക്ര പ്രധാനമന്ത്രി മോദി അടുത്തിടെ പ്രഖ്യാപിച്ചു. ഇടത്തരം ദീർഘദൂര ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ മിശ്രിതമായ ഇന്ത്യയുടെ നിലവിലെ വ്യോമപ്രതിരോധ സംവിധാനം ശക്തവുമാണ്. മിസൈൽ യുദ്ധം അപകടകരമാണ്. ഇസ്രായേലിൻ്റെ അത്യാധുനിക പ്രതിരോധത്തിന് ഇറാൻ്റെ മിസൈലുകളെ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ല. അവ ഇസ്രായേൽ നഗരങ്ങളിൽ കനത്ത നാശം വിതച്ചു. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാൻ ഒരു പ്രവണതയുണ്ട്. അവരുടെ മിസൈലുകൾ വ്യോമതാവളങ്ങളെയോ റൺവേകളെയോ മാത്രം ലക്ഷ്യം വയ്ക്കില്ല. സിവിലിയൻ പ്രദേശങ്ങൾ അവരുടെ ആക്രമണത്തിന് വിധേയമാകാം. ഈ ഭീഷണിയെ നേരിടാൻ ഇന്ത്യ അതിൻ്റെ ആക്രമണ പ്രതിരോധ വ്യോമ പ്ലാറ്റ്ഫോമുകളെ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. അത്യാധുനികവും ശക്തവുമായ വ്യോമ പ്രതിരോധ ശൃംഖലയും മാരകമായ മിസൈൽ ആയുധശേഖരവും ഉള്ളതിനാൽ ഈ ഉയർന്ന വെല്ലുവിളി നിറഞ്ഞ മത്സരത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കാൻ ഇന്ത്യ സജ്ജമാണ്.